നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ബാലന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോ രാമേട്ടന് സഹിച്ചില്ല. ബാലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് രാമേട്ടന്. പക്ഷെ ബാലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വശത്ത് ഉദയഭാനുവിന്റെ പ്രശ്നങ്ങള്, സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. ആ സമയത്താണ് സുകന്യ. ഇനിയിപ്പോ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയത്തില്ല സുകന്യ. കാരണം സുകന്യ എന്താണെങ്കിലും വെറുതെ ആ കുടുംബത്തിലേക്ക് കയറി വന്നതല്ല. ഈ പറയുന്ന അച്യുതനും രാജശ്രീയൊക്കെ അയച്ചിരിക്കുന്നതാണ് ആ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട്. തനിക്ക് ജീവനുണ്ടെങ്കിൽ അതിനെന്താണെങ്കിലും സമ്മതിക്കില്ല എന്നൊക്കെ ഒരു ബാലൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് മീനാക്ഷി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയാകുവാണ്. അങ്ങനെ സാരിയൊക്കെ ഉടുത്തൊരുങ്ങി വരുമ്പോഴത്തേനും ആകാശം മുറിയിലേക്ക് വന്നു. ആകാശം മുറിയിൽ വന്ന് മീനാക്ഷിനെ ഇങ്ങനെ നോക്കുവാണ്. ആദ്യമായിട്ട് കാണുന്ന പോലെ മീനാക്ഷി കുറച്ച് സമയം ആകാശിനെ നോക്കി. പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു, എന്താ ഇന്ന് പതിവിലും വിപരീതമായിട്ടൊരു നോട്ടമൊക്കെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അതെ, നിന്റെ കണ്ണിന്റെ സൗന്ദര്യം ഞാൻ നോക്കി നിന്ന് പോയതാ, എത്ര കണ്ടാലും മതിയാവില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു പറഞ്ഞു, രാവിലെ തന്നെ ഒരു റൊമാൻറ്റിക് മൂഡാണല്ലോ, എന്തോ കാര്യസാധ്യ ഉണ്ടല്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോ ആകാശം പറഞ്ഞു, കാര്യസാധ്യോ? എന്ത് കാര്യസാധ്യ? ഒന്നുമില്ല, എനിക്ക് എന്റെ ഭാര്യയെ നോക്കിക്കൂടെ, സ്നേഹിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഭാര്യയെ സ്നേഹിക്കുന്നതിനും നോക്കുന്നതിനും ഒന്നും പ്രശ്നമില്ല, ഞാനങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ആകാശം മീനുവിന്റെ അടുത്തേക്ക് വന്നു. മീനുവിന്റെ കയ്യിലേക്ക് പിടിച്ചു. മീനു പറഞ്ഞു, ദേ വേണ്ട, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയണം, അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മീനു പറഞ്ഞു, ഇപ്പൊ ആകാശിന് നമ്മളെ മൈൻഡ് ചെയ്യാനൊന്നും സമയമില്ലോ, ആകാശിന് കടയുടെ പുറകെ നടക്കണം, പിന്നെ കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ചിന്തയാ. ആകാശിനറിയാവോ, ഞാൻ ആകാശിനെ സ്നേഹിക്കണ സമയത്ത് ആകാശിന്റെ പണവോ പത്രാസോ ഒന്നും കണ്ടിട്ടില്ല, ആകാശിന്റെ സ്വഭാവം കണ്ടിട്ടാ സ്നേഹിച്ചേ. പക്ഷെ ഇപ്പോഴോ ആകാശിന് നേരെ തിരിവാണ്. അത് കേട്ട് ഇനിയിപ്പോൾ ആകാശ് പറഞ്ഞു, അത് പിന്നെ മീനു കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. ആകാശിന്റെ മുഖം മാറുന്നുണ്ടപ്പോൾ മീനുവിന് സങ്കടമായി. മീനു ആകാശിന്റെ അരിയിലേക്ക് എന്നിട്ട് കയ്യിലേക്ക് പിടിച്ചിട്ട് ആ നെറ്റയിൽ ഒരു ഉമ്മയെ കൊടുക്കുകയാണ്. ആകാശ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മീനു പറഞ്ഞു, ഇന്നലെ വൈകുന്നേരമൊക്കെ എന്ത് ജാടയായിരുന്നു. അതെ, ഇനിയെങ്കിലും നല്ലത് ഏതാന്ന് ചീത്തയാന്ന് മനസ്സിലാക്കാൻ പഠിക്കണം. നമ്മുടെ ചുറ്റുമെന്ന് പലരും പലതും പറഞ്ഞു തരാൻ കാണും, പക്ഷെ അവരൊന്നും നമ്മുടെ കൂടെ ആത്മാർത്ഥയോടെ നിൽക്കുന്നവരല്ല എന്നുള്ള ചിന്തയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മീനു ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ആകാശിന്. അതേ സമയത്ത് സുകന്യ രാത്രി എടുത്ത് മുറിയിൽ അടക്കി പിടിച്ച് സംസാരമായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നന്ദിത അങ്ങോട്ടേക്ക് വന്നു. നന്ദിത വന്നിട്ട് സുകന്യയോട് പറഞ്ഞു, ഇതേ ചായ കുടിക്കാനൊക്കെ പറഞ്ഞ് സുകന്യക്ക് ചായ കൊടുക്കുകയാണ്. അങ്ങനെ ചായ കൊടുത്തിട്ട് നന്ദിത അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ഇന്ന് ഇന്ദിരാമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എനിക്കെന്തോ സുകന്യ രാജശ്രീയും കൂടെ മുറിയിലിരുന്ന് അത്ര സംസാരിക്കുന്നത് ശരിയായിട്ട് തോന്നില്ല അമ്മയെന്ന് പറയാണ്. ഇന്ദിരാമ്മ ചോദിച്ചു, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അല്ല, എന്തോ ഈ പറയുന്ന രാജശ്രീയുടെ സ്വഭാവം അറിയാലോ, മിക്കവാറും അവിടുത്തെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ആയിരിക്കും സുകന്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം രാജശ്രീയെ, അല്ലാതെ ശരിയാവും തോന്നില്ല. ഇപ്പൊ ഇവിടേക്ക് വരുന്ന ഈ പറയുന്ന ബാലനോ ഗോമതിക്കോ ആർക്കും ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തില് വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? അതിന്റെ ആവശ്യമില്ലല്ലോ, സുകന്യ അവിടെയല്ലേ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ അങ്ങോട്ട് വരുവാണ്. സുകന്യ വന്നു കഴിഞ്ഞപ്പോ ഇന്ദിരാമ്മ ചോദിച്ചു, അല്ല ധർമ്മനോട് പറഞ്ഞിട്ടാണോ വന്നേ? അപ്പോഴേക്ക് സുകന്യ ചോദിച്ചു, ഞാനെന്തിനു പറയണം, ഇതെന്റെ വീടല്ലേന്ന് ചോദിച്ചു. ഇന്ദിരാമ്മ പറഞ്ഞു, അതല്ല, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഗോമതിയോടൊക്കെ പറഞ്ഞിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ സ്വന്തം ഇഷ്ടപ്പെടാൻ ചാടിത്തുള്ളി പോരല്ല, അറിയാലോ. കാര്യം പറഞ്ഞ ധർമ്മന്റെ വീടാണത്, പക്ഷെ ധർമ്മം നിൽക്കുന്ന അവിടെയല്ലേ, അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും സുകന്യ ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷെ സുകന്യക്ക് അത് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോഴേക്കും രാജശ്രീയും കൂടെ ഇറങ്ങി വന്നു. രാജശ്രീ വന്നിട്ട് പറഞ്ഞു, അമ്മ എന്ത് വർത്താനമാ പറയണേ? ആൾക്കാർ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതെന്ത് വിചാരിക്കും? അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അവൾക്ക് എപ്പോൾ വേണം വരുവാൻ പോവൊക്കെ ചെയ്യാലോ. നന്ദിത പറഞ്ഞു, വരുവാൻ പോകുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷേങ്കില് അറിയാലോ, ബാലന്റെ സ്വഭാവമൊക്കെ അറിയാലോ, അവരവിടെ നല്ല രീതിയിൽ തന്നെ കഴിയുന്ന, വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കൽ രാജശ്രീ എന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, ഞാനിനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയം രാജശ്രീയോട് ഇന്ദിരാമ്മ പറഞ്ഞു, രാജശ്രീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ വന്ന് കഴിയുമ്പോൾ അവളെ വിളിച്ചുകൊണ്ട് മുറിയിൽ പോയിരുന്നുള്ള കുശൂശിപ്പ് അത്ര ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നില്ല. രാജശ്രീ പറഞ്ഞു, അമ്മ എന്തമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമില്ലേ, അവൾ എന്റെ ബന്ധുവല്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ പറയാൻ കാണും. ഇന്ദിരാമ്മ പറഞ്ഞു, അതൊക്കെ ശരി, സമ്മതിച്ചു, പക്ഷെങ്കിലും ഉണ്ടല്ലോ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇനി കലഹം ഉണ്ടാക്കേണ്ട നീ കൂട്ടു നിൽക്കരുത് എന്നൊക്കെ പറയണ. ഇത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ. രാജശ്രീയുടെ മനസ്സിൽ അലോകിനെ അനുശ്രീയെ എങ്ങനെയൊന്ന് ഒന്നിപ്പിക്കണം, അപ്പൊ അതിനുവേണ്ടി ചില തീരുമാനങ്ങളൊക്കെ സുകന്യയും കൂടെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. സുകന്യയെ അതിനു വേണ്ടിയിട്ട് കൂട്ടുപിടിച്ചിരിക്കുന്നത് കൂടുതലായിട്ട്. സുകന്യയോട് അതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത്
ആനന്ദ് ജോലിക്ക് പോകാനായിട്ട് മുറിയിൽ ഒരുങ്ങുവാണ്. അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു. ശ്രീദേവിയെ കണ്ടിട്ട് ആനന്ദ് മൈൻഡ് പോലും ചെയ്തില്ല. ശ്രീദേവിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. താൻ ഗർഭിണിയാന്നൊരു ചിന്ത പോലും ആനന്ദേട്ടനില്ല. തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ശ്രീദേവി എന്ന് ആനന്ദിനോട് ചോദിച്ചു, ആനന്ദേട്ട എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് ചോദിച്ചു. ആനന്ദ് പറഞ്ഞു, ദേഷ്യമോ? അതിന് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടോന്ന് ചോദിച്ചു. അല്ല ആനന്ദേട്ട, ആനന്ദേട്ടൻ എന്നോട് നേരെ ചൊവ്വെന്ന് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. നിന്നോട് സംസാരിക്കണമല്ലേ? ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരും. പക്ഷെ എനിക്ക് നിന്നെ പഴയ പോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നില്ല ശ്രീദേവി. കാരണം അറിയാലോ, നിന്റെ ചതിയും കാര്യങ്ങളും, നിന്റെ വീട്ടുകാരുടെ ചതിയും കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. നീ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മുന്നിൽ ഇപ്പം ഞാൻ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ചില സമയങ്ങളിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട്. സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ വെറുതെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടുള്ളത് കരുതി മാത്രമാണെന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അതിന് ആനന്ദേട്ടൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. വേണ്ട, നീ കൂടുതൽ പറയണ്ട. നിന്റെ വീട്ടുകാരുണ്ടല്ലോ ചെയ്ത തെറ്റ്, അത് നീ അവർക്ക് കൂട്ടു തന്നു. അതാണ് നീയും ചെയ്ത തെറ്റ്. എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നെഞ്ചു പൊട്ടും. പോരാത്തിന് നീ ഗർഭിണിയും കൂടെ ആയതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെടുന്നത് കൂട്ടിയാൽ മതി. പക്ഷെ എനിക്ക് നിന്നോട് സിമ്പതിയും കാര്യങ്ങളൊന്നും ഇല്ല. നിന്റെ വയറ്റൊരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്നൊക്കെ പറഞ്ഞു. ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ആനന്ദ് അത് പറഞ്ഞുകൊണ്ട് ജോലിക്ക് വേണ്ട ഇറങ്ങുമ്പോഴത്തേനും ശ്രീദേവി പിന്നാലെ നിന്നു. ആനന്ദേട്ട, അതെ, ആഹാരം കൊണ്ടുപോയില്ല, ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്ല ആനന്ദേട്ട, വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. നീ കൊണ്ടുവരാൻ വേണ്ട, ഒന്നും വേണ്ട, പറയാൻ അങ്ങോട്ട് മനസ്സിലാക്കിയാമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ശ്രീദേവിയുടെ മുഖം മാറി നിൽക്കുന്നത് ആനന്ദ് ദേഷ്യപ്പെടുന്ന എന്തൊക്കെയോ ഗോമതി കേട്ടായിരുന്നു. പക്ഷെ എന്താ കൃത്യ സംഭവം എന്നറിയത്തില്ല. പെട്ടെന്ന് ശ്രീദേവിയുടെ ഗോമതി എന്താ മോളെന്ന് ചോദിക്കുക. ഒന്നുമില്ല. അല്ലടാ ആനന്ദേ, നീ പോവാണോ ഓഫീസിൽ? എന്താ മോളോട് യാത്ര പോലും പറയാതെയാണോ പോകുന്നേ? അല്ല, നീ ചോറൊന്നും എടുത്തില്ലോ? എനിക്ക് വേണ്ടവൻ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അല്ല, അങ്ങനെ നീ കഴിക്കുന്നല്ലോ. ദേമോളെ എന്ന് നീ കൊണ്ടു തരുന്നതായിരുന്നു നേരത്തെ, അല്ലെങ്കിൽ പൊതിഞ്ഞെടുത്ത് തരുന്നതാണല്ലോ. അതിന് നീ ചോറ് കൊണ്ടുപോകുമെന്ന് പറയണം. പക്ഷെ ആനന്ദ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദം കൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഗോമതിക്ക് എന്തോ ഒരു സംശയങ്ങളൊക്കെ തോന്നി. ഗോമതി ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ദേമോളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയുക? എന്താമ്മേ, നീയും ആനന്ദ് നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. അതെന്താമ്മ അങ്ങനെ ചോദിക്കാൻ? ഒന്ന് ശ്രീദേവി ഞെട്ടി. അല്ല, അവന്റെ ഈ അടുത്ത പെരുമാറ്റമൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. മോള് ഗർഭിണിയാന്ന് അറിഞ്ഞിട്ടും അവനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. നേരത്തെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടേ പറ. ചിലപ്പോൾ സൗന്ദര്യപ്പിണക്കം അതെല്ലാം വീട്ടിലും ഉണ്ടാകുന്നതല്ലേ. അത് തുടക്കത്തിൽ തന്നെ പരിഹരിച്ചാൽ മതി, സാരമില്ല. ഈ സമയം മോള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല. അധികം ടെൻഷനൊന്നും മനസ്സിന് കൊടുക്കാൻ പാടില്ല. അത് കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമാണ്. ദേ, നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളാ നമ്മുടെ വയറ്റ് വീഴുന്ന കുഞ്ഞ് കേട്ട് വളരുന്നതൊക്കെ. അതുകൊണ്ട് അതൊന്നും പാടില്ല എന്ന് പറയണം. എങ്ങനെ പറയും? തൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സെന്തായിരിക്കും? അമ്മയ്ക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാണ്ട് സാധിക്കില്ല. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും അച്ഛനൊക്കെ തന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ഒന്നുമില്ലമ്മേ, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെ പ്രശ്നമില്ല. മോളൊരു കാര്യം ചെയ്യുക, റെസ്റ്റ് എടുക്കുക. മോൾക്ക് കഴിക്കാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ചോദിച്ചു. ശ്രീദേവി പറഞ്ഞു, വേണ്ടമ്മേ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണേ. അതെ, ആന്യൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ഓരോന്നിനും കൊതിയുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ മോളോട് ചോദിക്കുന്നത്. ദേവി പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൊതിയൊന്നുമില്ല. എന്തേലും ഉണ്ടേ പറയണം കേട്ടോ. മോൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ബാലേട്ടനോട് പറഞ്ഞു ഞാനത് ഉണ്ടാക്കി തരാൻ പറ്റുന്നതാണെങ്കിൽ ഉണ്ടാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ കോമതി ഭയങ്കര സ്നേഹത്തോടെ ശ്രീദേവി ചേർത്ത് പിടിച്ച് പറയാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് നല്ല സങ്കടമായി. എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര സ്നേഹമുള്ള അമ്മയും പിന്നെ അനുജിത്തിമാരെയും ഒക്കെ ഉള്ള താൻ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും പറയാതിരിക്കാത്തടത്തോളം കാലം അത് അതിനേക്കാളും വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഇനി എങ്ങനെയായിരിക്കും തൻ്റെ ജീവിതം എന്നൊക്കെ ഓർത്തിട്ട് ശ്രീദേവിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.